യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഈ തരുണത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു സത്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ, സത്യവെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ അനേകം പ്രാവശ്യം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത, നമ്മുടെ ഭാഷ പോലും അല്ലാത്ത എത്രയോ അന്യരുടെ സഹായം ദൈവം നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആപത്ത് ഘട്ടങ്ങളിൽ, അനർത്ഥങ്ങളിൽ, പല വൈഷമ്യ ഘട്ടങ്ങളിൽ എത്രയോ നല്ല മനുഷ്യരുടെ സഹായം, നല്ല വാക്ക്, ഒരു കൈത്താങ്ങ് കൊണ്ടാണ് ഇന്ന് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ ജീവനോടെ നിൽക്കുന്നത്. ഒരിക്കൽ ധനികനായ ഒരു മനുഷ്യൻ ഈവനിങ് വാക്കിൽ റോഡിൽ കൂടെ നടന്നു പോവുകയായിരുന്നു. നടന്നു പോയപ്പോൾ ആ ട്രെയിൻ ഫുട്പാത്തിൽ അതിൻ്റെ ആ സ്ലാബിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ദിവസം ഒരു സ്ലാബ് പെട്ടെന്ന് പൊട്ടി അടർന്ന് അദ്ദേഹം ആ ദ്വാരത്തിൽ കൂടെ ഡ്രെയിനേജിനകത്തേക്ക് അങ്ങ് വീണു. ധനികനാണ്, ഈവനിങ് വാക്കിൽ ഇറങ്ങിയതാണ്. വാഹനം ഒരിടത്ത് നിർത്തിയിട്ട് കുറച്ച് നേരം നടക്കാമല്ലോ എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. എന്നാൽ ഇങ്ങനെ ഈ മനുഷ്യൻ ഡ്രെയിനേജിലേക്ക് വീണെന്ന് സന്ധ്യാസമയമായതുകൊണ്ട് ആരും കണ്ടില്ല. അദ്ദേഹം ഡ്രെയിനേജിൻ്റെ ആഴത്തിലേക്ക് ചെന്നപ്പോൾ മലിനജലം വളരെ ശക്തിയോടുകൂടെ അതിൽ കൂടെ ഡ്രെയിനേജിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുത്തറ്റം താൻ മുങ്ങി ഇങ്ങനെ നിൽക്കുക. അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു. എവിടെ കേൾക്കാൻ? വളരെ ശബ്ദം അല്ലെങ്കിൽ ചീറിപ്പാഞ്ഞു പോകുന്ന വണ്ടികളുടെ ആ ബഹളത്തിലൊന്നും ആരും ശ്രദ്ധിച്ചില്ല. അതുവഴി ആരും നടന്നു പോയുമില്ല. എന്നാൽ ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിലേ കൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ പൊളിഞ്ഞു കിടക്കുന്ന ഡ്രെയിനേജിൻ്റെ അതിലൂടെ ആരെങ്കിലും നടന്നു പോയാൽ, അബദ്ധവശാൽ വീണുപോയാൽ എന്തു ചെയ്യും? അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു കല്ലോ എന്തെങ്കിലും എടുത്തു വെച്ച് ഒരു മുന്നറിയിപ്പിന് വേണ്ടി വയ്ക്കാമെന്ന് ഒരു സന്മനസ്സുള്ള ഒരു സാധുവായ മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം ഒരു വലിയൊരു കല്ലെടുത്ത് കൊണ്ടുവന്ന് ഈ ഡ്രെയിനേജിൻ്റെ സ്ലാബ് പൊട്ടിയെടുത്ത് കൊണ്ട് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ താഴെ നിന്ന്, ആഴത്തിൽ നിന്നൊരു വിളി കേൾക്കാം, രക്ഷിക്കണേ, രക്ഷിക്കണേ. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം ഓടിച്ചെന്ന് പെട്ടെന്ന് ഒരു കയറും സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ചില മനുഷ്യരെയൊക്കെ കൂട്ടിന് വിളിച്ചുകൊണ്ടുവന്ന് ഇദ്ദേഹത്തെ ആ ഡ്രെയിനേജിൻ്റെ ആഴത്തിൽ നിന്ന് പിടിച്ചു കയറ്റുകയുണ്ടായി. നോക്കൂ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ഈ സാധുവായ മനുഷ്യൻ ഈ ആഴത്തിലേക്ക് വീണവൻ്റെ ബന്ധുവല്ല, സഹോദരനല്ല, മക്കളല്ല, മാതാപിതാക്കളല്ല, കൂട്ടുകാരല്ല, സ്വന്തം ഭാഷക്കാരല്ല, അന്യരാജ്യക്കാരനാണ്. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങൾ നോക്കുമ്പോൾ, അനേക സന്ദർഭങ്ങളിൽ നാം അനർത്ഥങ്ങളിൽ പെടുമ്പോൾ, അനേക ആപത്ത് ഘട്ടത്തിലാകുമ്പോൾ, ചില വൈഷമ്യങ്ങൾ, ചില ആവശ്യങ്ങളുടെ മുഖത്ത്, ജോലി സ്ഥലത്തുള്ള ചില പ്രയാസങ്ങളുടെ മുഖത്ത്, ആരും സഹായിക്കുവാൻ നമുക്ക് ഒന്നുമില്ലാത്ത ചില സ്ഥാനങ്ങളിൽ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ചില സ്ഥാനത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ദൈവം അയച്ചിട്ട് വന്നിട്ടുള്ള ചില മനുഷ്യത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അവരാരും നമ്മുടെ യോഗ്യതയും നമ്മോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ട് വന്നവരല്ല, ദൈവം അയച്ചിട്ട് വന്നതാണ്. ഇങ്ങനെ ദൈവം അയച്ചിട്ട് വരുന്ന മനുഷ്യർ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നത്, അവൻ വെളിച്ചമല്ല, എന്നാൽ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. നാം വെളിച്ചമായിരിക്കണമെന്നില്ല, സമ്പന്നരായിരിക്കണമെന്നില്ല, എന്നാൽ നശിച്ചു പോകുന്ന മനുഷ്യരെ കുറിച്ചുള്ളതായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒരു മനസ്സലിവുണ്ടെങ്കിൽ നാം മനുഷ്യരായി മാറും. ദൈവം നമ്മെ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ, ഒരു മനുഷ്യൻ. ഒരിക്കൽ കർത്താവ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയുണ്ടായി. യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് യാത്ര ചെയ്തു പോയ നല്ല ശമരിയക്കാരൻ. ഒരു മനുഷ്യൻ അങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ധനികനായ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടു. ആ കള്ളന്മാർ അവൻ്റെ സമ്പത്തെല്ലാം പിടിച്ചു വാങ്ങി അപഹരിച്ചതിനു ശേഷം അവനെ മുറിവേൽപ്പിച്ചിട്ട് അർത്ഥപ്രാണനായി വഴിയരികെ കാട്ടിൽ തള്ളിയിട്ട് പോയി.
പലരും അതുവഴി കടന്നുപോയി നിലവിളി കേട്ടു, രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു നിലവിളി കേട്ടു. ആരും മനസ്സലിഞ്ഞില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്നാൽ ഒരു ശമര്യക്കാരൻ അതുവഴി പോയപ്പോൾ അവൻ നിലവിളി കേട്ടു, അവനെ കണ്ടു, മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ കൈക്ക് പിടിച്ചുയർത്തി അവനെ രക്ഷയ്ക്കായി അവൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന് നാം വായിക്കുന്നു. ആരാണ് ഈ ശമര്യക്കാരൻ? അവൻ ഒരു മനുഷ്യൻ. ദൈവവചനം അവനെ വിളിക്കുന്നത് ഒരു മനുഷ്യൻ, മനുഷ്യത്വമുള്ളവൻ, മനുഷ്യനെ നശിപ്പിക്കുന്നവനല്ല, മനുഷ്യൻ്റെ ആപത്തിൽ സഹായിക്കുവാൻ സന്മനസ്സുള്ള വ്യക്തി. മനുഷ്യൻ്റെ ആ പ്രയാസഘട്ടങ്ങളിൽ അവനോട് മനസ്സലിവുള്ളവൻ, അന്ധകാരത്തിൽ നടക്കുന്നവരോട് സത്യവെളിച്ചത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യൻ, അതാണ് ദൈവം ഐക്യപ്പെടുന്നതായ മനുഷ്യൻ. അവനൊരു പക്ഷെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളായിരിക്കണമെന്നില്ല. ചില സമയത്തൊക്കെ നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമ്മുടെ ശത്രുക്കളെ പോലും ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം അതൊക്കെ നമുക്കായി ഒരു സാക്ഷ്യം ദൈവം ഒരുക്കുകയാണ്. ചില മുഖാന്തരങ്ങൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനായി, നമ്മളെ ചിലത് പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്നതാണ്. എന്നാൽ ചില മനുഷ്യർ ചില ദൗത്യങ്ങൾ ദൈവം കൊടുക്കുമ്പോൾ ആ ദൗത്യങ്ങൾ ഏറ്റെടുക്കാതെ ഒഴികഴിവ് പറയുന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി പറഞ്ഞാൽ, മൊർദെഖായി യഹൂദന്മാർക്ക് വന്നതായ വലിയൊരു ആപത്ത് ഘട്ടം. ശൂഷൻ രാജധാനിയിൽ നിന്നോ മുഴു യഹൂദന്മാരെയും സംഹരിച്ചു കളയുവാൻ ഒരു ഉത്തരവ് വന്നു. ആ ഉത്തരവിൻ്റെ മുൻപിൽ മൊർദെഖായി രാജധാനിയിൽ അപ്പോൾ പാർത്തുകൊണ്ടിരുന്നതായ എസ്തേർ രാജ്ഞിക്ക് ഒരു കത്തെഴുതി, മോളെ, യഹൂദന്മാർ വലിയ കഷ്ടത്തിലായിരിക്കുന്നു, അവരെ മുടിച്ചു കളയുവാനുള്ളൊരു രാജകൽപ്പന, നീ അറിയാത്തൊരു രാജകൽപ്പന രാജാവിൻ്റെ സന്നിധാനത്തിൽ നിന്നും ഇതാ പുറപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസം ഇത്രാം തീയതി സംഹാരം ആരംഭിക്കും. നീ ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനായിട്ടല്ലോ ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അവൾ പെട്ടെന്ന് ചില ഒഴികഴിവ്, അതിന് മുൻപിലുള്ളതായ വൈഷമ്യങ്ങളെക്കുറിച്ച് മൊർദെഖായിക്ക് കത്തെഴുതി. കത്ത് ചെന്നതിന് മറുപടിയായി അദ്ദേഹം എസ്തേറിനൊരു വാക്ക്, ഒറ്റ വാക്കിൽ ഒരു മറുപടി കൊടുത്തു. ഹൃദയത്തെ ഭേദിക്കുന്ന വാക്ക്. ഈ സമയത്ത് നീ മൗനമായിരുന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ദൈവം വേറൊരു വഴി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ദൈവം തൻ്റെ പ്രൊജക്റ്റ് സ്റ്റോപ്പ് ചെയ്യത്തില്ല. നമ്മളതിനായി ഒരുക്കപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിർത്തിക്കളയത്തില്ല. ദൈവം അയക്കുന്ന മനുഷ്യരെ കുറിച്ച് ദൈവത്തിന് ചില പ്രത്യേകമായ ചില ചിന്തകളുണ്ട്. അവരുടെ യോഗ്യതയെക്കുറിച്ച് ദൈവത്തിന് ചില തിരിച്ചറിവുണ്ട്. അവരെ ദൈവം വിളിക്കുന്ന പേര് മനുഷ്യൻ, മനുഷ്യത്വമുള്ളവൻ, മനുഷ്യജീവി, മനുഷ്യധർമ്മങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നവൻ, മനുഷ്യനോട് ദയവ് കാണിക്കുന്നവൻ, മനസ്സലിവുള്ളവൻ, അവനെ ദൈവം വിളിക്കുന്ന പേര് മനുഷ്യൻ. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ തന്നെ പരിചയപ്പെടുത്തിയതായ പേര് മനുഷ്യപുത്രൻ. എന്താണ് അതിൻ്റെ അർത്ഥം? മനുഷ്യത്വമുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. യേശു പലരെയും കണ്ടു, ചിലർ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞു, ചിലരെ കണ്ട് അവരോടൊപ്പം കരഞ്ഞു. മനസ്സലിവുള്ളവനായ ദൈവത്തിൻ്റെ പ്രതീകമാണ് മനുഷ്യൻ. ആ മനുഷ്യൻ മനുഷ്യത്വമുള്ളവനാകണം. എന്നാൽ ചില മനുഷ്യർ ആ മനുഷ്യത്വത്തെ വിട്ട് മനുഷ്യനെ സംഹരിക്കുന്നവനായി, നശിപ്പിക്കുന്നവരായി തീരുന്നു. ഇല്ല, പാടില്ല. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ മനുഷ്യരായി തീരുവാൻ നമ്മെ വിളിക്കുകയാണ്. നമ്മെ ആ വിളിക്ക് മുമ്പ് ദൈവം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അനർത്ഥങ്ങളിലും ദോഷങ്ങളിലും അനേക ഇല്ലായ്മകളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവം അയച്ചതായ ചില ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ചില മേലധികാരികൾ, നമ്മുടെ മേലധികാരി നമ്മളോട് ദയവ് കാണിച്ചിട്ടില്ലേ? നമ്മുടെ കൂട്ടുകാർ നമ്മോട് ദയവ് കാണിച്ചിട്ടില്ലേ? നമ്മളുമായിട്ട് ഒരു പരിചയവുമില്ലാത്തവർ നമ്മെ സഹായിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ടില്ലേ? അവർ വെറുതെ വന്നതാണോ? അല്ല, ദൈവം അയച്ചിട്ട് വന്ന മനുഷ്യരാണ്. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ ധാരാളമുണ്ട്. നമുക്കൊരു പക്ഷെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ലായിരിക്കാം, നമുക്കതിന്മേലുള്ളൊരു മനസ്സ് കുറവായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ പ്രൊജക്റ്റ് നിർത്തിക്കളയുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മനുഷ്യർ ധാരാളം ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊരു പക്ഷെങ്കിൽ കാണാൻ കഴിയില്ല, നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. നമ്മുടെ വിചാരം നമ്മൾ മാത്രം നീതിമാനെന്നാണ്. ഏലിയാവ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, പിതാവേ, ഞാൻ മാത്രം തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു,
ബാക്കി എല്ലാവരും ഓടിപ്പോയി, എല്ലാവരും നശിച്ചുപോയി. ദൈവം ഏലിയാവിനോട് പറയുകയാണ്, ഏലിയാവ്, ഇത് നിന്റെ ഹ്രസ്വദൃഷ്ടിയാണ്, ദീർഘദൃഷ്ടി നിനക്കില്ലാതായിപ്പോയി. എല്ലാ കാര്യങ്ങളും നീ അറിയണമെന്നില്ല. ബാലിന് മുട്ടുമടക്കാത്ത 7000 പ്രവാചകന്മാരെ നീ അറിയാത്ത നിന്റെ കൺമുമ്പിൽ തന്നെ ചിലയിടങ്ങളിലെല്ലാം ഗുഹകളിലും അവിടെ ഇവിടെ ആയി ഞാൻ പോറ്റി പുലർത്തുന്നുണ്ട്. ഈ 7000 പേർക്ക് ഭക്ഷണം ഒരുക്കുവാൻ അനേക വിധവമാരെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അനേക കാക്കകളെ ഞാൻ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അനേക മനുഷ്യ ജീവിതങ്ങളെ ഞാൻ കരുതിയിട്ടുണ്ട്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മേക്കാൾ യോഗ്യതയുള്ള അനേകരെ ദൈവം അതിനായിട്ടൊരുക്കും. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരുപക്ഷെങ്കിൽ ഈ നശിച്ചു പോകുന്ന ലോകത്തെ കണ്ട്, മനുഷ്യരെ കണ്ട് നിങ്ങൾ മൗനമായിരുന്നേക്കാം, സാരമില്ല. പക്ഷെങ്കിൽ ഈ കല്ലുകൾ ആർക്കുന്ന ഒരു ദിവസം വരും, കല്ലുകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരും. നിങ്ങൾ മൗനമായിരുന്നാൽ ഈ കല്ലുകൾ ആർക്കും. നാം ദൈവത്തിൻ്റെ വിളിയെ നിരാകരിച്ചു പോകുന്നവരാണെങ്കിൽ ദൈവം നമ്മുടെ സ്ഥാനത്ത് അനേക യോഗ്യരെ കൊണ്ടുവരും. അത് നമ്മൾ വിശുദ്ധരെന്ന് ചിന്തിക്കുന്നവരായിരിക്കണമെന്നില്ല. ദൈവം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ചില വ്യക്തി ജീവിതങ്ങളെ ചില സഹായത്തിനായി ദൈവം എഴുന്നേൽപ്പിക്കുന്നത്, അഗതികളെ താങ്ങുന്നതിനും സഹായിക്കുന്നതിനും പുലർത്തുന്നതിനും ചില ജീവിതങ്ങളെ ദൈവം ഉണർത്തിച്ചു കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്ക്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധനത്തിലേക്കും ജ്ഞാനത്തിലേക്കും ആഴത്തിലേക്കും ചെന്നെത്തുവാൻ നമുക്ക് സാധിക്കില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം, ദൈവം അയക്കുന്ന മനുഷ്യനായി നിനക്ക് ദൈവസന്നിധിയിൽ ഞാൻ കർത്താവേ ഞാൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന് നമ്മുടെ സമ്പത്ത് ആവശ്യമില്ല, നമ്മുടെ കഴിവ് ആവശ്യമില്ല, യോഗ്യത ആവശ്യമില്ല, മനസ്സൊരുക്കം. പ്രൈസ് ദി ലോർഡ്. ആ മനസ്സൊരുക്കമുള്ളവർ ധനികരാകണമെന്നില്ല. നമ്മുടെ സമ്പത്ത് കൊണ്ട് ആരെയും സഹായിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല. പക്ഷെങ്കിൽ നല്ലൊരു വാക്ക് ക്ഷീണിച്ചിരിക്കുന്നവന്, തകർന്നിരിക്കുന്ന മനസ്സിനെ സമാധാനപ്പെടുത്തുന്ന, 2 വ്യക്തി ജീവിതങ്ങൾ നശിച്ചു പോകുന്നത് കണ്ടാൽ, 2 പേർ തമ്മിൽ വഴക്കിടുന്നത് കണ്ടാൽ അവിടെ നശിപ്പിക്കുവാനല്ല, അവിടെ ഒരു സമാധാന വാക്ക് പറയുവാൻ, നാശത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന യുവജനങ്ങളെ രക്ഷിക്കുന്നതിനുള്ള നല്ലൊരു ആശയം പകിട്ടെടുത്ത് കൊണ്ടുവരുന്നവൻ, ദൈവസന്നിധിയിൽ മാനിക്കുന്നവൻ, നാശത്തിലേക്ക് പോകുന്നവൻ, ജീവനെ ഉപേക്ഷിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന, നാശത്തിലേക്ക് കുമിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം ജനങ്ങളെ രക്ഷിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുന്നവൻ, സുവാർത്ത ദൂതൻ. പർവ്വതത്തിൽ ഈ സമാധാനത്തിൻ്റെ വാക്ക് സംസാരിക്കുന്ന മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നത് സുവാർത്ത ദൂതൻ. അവൻ്റെ കാൽ പർവ്വതത്തിൽ എത്ര മനോഹരം. ദൈവസന്നിധിയിൽ മനോഹര രൂപികളായി, മനുഷ്യരായി, മനുഷ്യമൂല്യങ്ങളെ ഉയർത്തുന്നവരായി, മനുഷ്യ സ്നേഹികളായി, മനുഷ്യത്വമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.